തണുപ്പ് അധികമായതുകൊണ്ട് തന്നെ എഴുന്നേൽക്കാനേ തോന്നിയില്ല. പക്ഷെ താമസിച്ചാൽ ക്ലാസ്സിൽ പോക്ക് മുടങ്ങും. അതിലുപരി എൻ്റെ സ്വപ്ന കാമുകനെ കാണാനും പറ്റില്ല. ഞാൻ ദക്ഷിണ, അച്ഛനമ്മയ്ക്കും ഏക മകൾ. അച്ഛൻ ബാങ്ക് മാനേജറാണ്. ദേവൻ, അമ്മ പ്രിയ ടീച്ചറാണ്. ഞാൻ BSc മാത്സിന് 2ാം വർഷം പഠിക്കുന്നു. ആരും അറിയാത്ത ഒരു പ്രണയമുണ്ട് എനിക്ക്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അച്ഛൻ്റെ തറവാട്ടിൽ പോയി. കാവും കുളവും ഒക്കെയുള്ള ഒരു വലിയ നാലുകെട്ടായിരുന്നു അത്. അച്ഛനും അമ്മയും പ്രണയവിവാഹം കഴിച്ചവരായിരുന്നു. അമ്മയും അച്ഛൻ വീട്ടുകാർ അവിടെ കയറ്റിയിട്ടില്ല. അമ്മ താഴ്ന്ന ജാതിയിലുള്ളതായിരുന്നു. പക്ഷെ ജനനശേഷം അവരുടെ വാശിയൊക്കെ തീർന്നു. അച്ഛമ്മ തന്നെ വന്ന് അമ്മയും എന്നെയും കൂട്ടിക്കൊണ്ടുപോയി. പക്ഷെ അവിടെ താമസിക്കാൻ അച്ഛൻ കൂട്ടാക്കിയില്ല. എല്ലാ വർഷവും വേനലവധിക്ക് ഞങ്ങൾ അവിടെ പോകും. അന്ന് അവിടെ വെച്ച് ഞാനൊരു സ്വപ്നം കണ്ടു. നീല കണ്ണുകളുള്ള ഒരു ചെറുപ്പക്കാരൻ എൻ്റെ കൈയും പിടിച്ച് നടന്നു പോകുന്നു. ഒരു സിനിമ നടനെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു അവൻ്റെ രൂപം. റോസാപ്പൂവിൻ്റെ നിറമായിരുന്നു അവൻ്റെ മുഖത്തിന്. ചുണ്ടുകൾ മാതളത്തിൻ്റെ നിറം. കറുത്ത ഇടതൂർന്ന കോലൻമുടി അലസമായി നെറ്റിയിലേക്ക് വീണ് കിടക്കുന്നു. കവിളിൽ ഒരു പൊട്ടിന്റെ വലുപ്പത്തിൽ ഒരു മറുക്. അതവന്റെ സൗന്ദര്യം കൂട്ടി. 6 അടിയോളം പൊക്കമുണ്ട്. 6 പാക്ക് ആണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും. മൊത്തത്തിൽ ഒരു സുന്ദരൻ. അവന്റെ കൂടെ എന്നെ കണ്ടപ്പോൾ വടക്കു നോക്കിയന്ത്രം സിനിമയിൽ മാമുക്കോയെ പറഞ്ഞ പോലെ, നിലവിളക്കിനടുത്ത് കരിവിളക്ക് വെച്ച പോലെ എന്ന് എനിക്ക് തന്നെ തോന്നി. അങ്ങനെ ആ സ്വപ്നം സത്യമായെങ്കിലെന്ന് ഞാൻ വെറുതെ മോഹിച്ചു. അതിനാർക്കും കൈക്കൂലിയൊന്നും കൊടുക്കണ്ടല്ലോ. പിന്നെ അയാൾ സ്വപ്നത്തിലൊന്നും വന്നില്ല. പക്ഷെ തറവാട്ടിൽ വെച്ച് കണ്ട സ്വപ്നമായതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ ഞാൻ അവിടെ പോകാൻ തുടങ്ങി. ബാക്കി സ്വപ്നം കണ്ടാലോ എന്ന് ചിന്തിച്ചുകൊണ്ട് എവിടുന്നു. പിന്നെ ഒരിക്കലും സ്വപ്നത്തിൽ അയാൾ വന്നില്ല. നന്ദന സിനിമയിലെ പോലെ ഒരു ട്വിസ്റ്റ് എൻ്റെ ലൈഫിൽ ഉണ്ടാവണേ കൃഷ്ണ എന്ന് ഞാൻ മനമൊരുകി പ്രാർത്ഥിച്ചു. പക്ഷേ ഒരു പ്രയോജനവും ഉണ്ടായില്ല. പക്ഷെ അയാളോട് തോന്നിയ ഒരിഷ്ടം എനിക്ക് ആരോടും തോന്നിയില്ല. അതുകൊണ്ട് തന്നെ പ്രണയം പറഞ്ഞു വരുന്നവരെയൊക്കെ കണ്ടം വഴി ഓടിച്ചു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. ഞാൻ ഡിഗ്രിക്ക് ചേർന്ന ദിവസം അച്ഛൻ്റെ കൂടെയാണ് കോളേജിൽ പോയത്. എനിക്ക് അമ്മയുടെ നിറമാണ് കിട്ടിയത്. വെളുപ്പെന്ന് പറയാൻ പറ്റില്ല, മങ്ങിയ നിറം. എന്നാൽ ഇരുനിറമല്ല താനും. അങ്ങനെ ഒരു നിറം. അച്ഛൻ്റെ നിറമായിരുന്നിൽ ഞാൻ പൊളിച്ചേനെ. അച്ഛൻ നല്ല വെളുപ്പാണ്. അമ്മ പറയാറുണ്ട് അതുകൂടെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആകാശത്തിൻ്റെ കാല് പറിച്ചേനേന്ന്. പറയുന്ന കേട്ടാൽ തോന്നും ആകാശത്തിൻ്റെ കാല് അമ്മ കണ്ടിട്ടുണ്ടെന്ന്. ആദ്യ ദിവസമായതുകൊണ്ട് അണിഞ്ഞൊരുങ്ങിയാണ് പോയത്. കാപ്പിപ്പൊടിയുടെ നിറമുള്ള കണ്ണുകൾ നീട്ടി എഴുതി ഹൈലൈറ്റായ മുടി ഷാമ്പു ഇട്ട് പറത്തി. നീലയും പച്ചയും കോമ്പിനേഷനുള്ള ലാച്ചിയിട്ടു. അതിന് ചേരുന്ന 2 വളകളും നേരത്തെ ഒരു മാലയും. അതെപ്പോഴും ഉള്ളതാ. അച്ചമ്മ തന്നതാണ്. അമ്മയുടെ ജിമികി കമ്മലും ഇട്ടു. ചെറിയൊരു കറുത്ത പൊട്ടും തൊട്ടു. അങ്ങനെ കോളേജിൽ എന്നെ ആക്കിയ ശേഷം അച്ഛൻ പോയി. മനീഷ എന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ദൂരെയായിരുന്നു അവൾ നിന്നിരുന്നത്. അവളെ കണ്ടപ്പോൾ ഞാൻ വേഗം നടന്നു. ലാച്ചിക്ക് നല്ല ഇറക്കമുണ്ടായിരുന്നത് കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും ഞാൻ പെട്ടെന്ന് അവളെ അടുത്തെത്തി. അവളുടെ മേക്കപ്പൊട്ടും കുറച്ചിരുന്നില്ല. ചുവന്ന ധാവണിയൊക്കെ ചുറ്റിയാണ് വന്നത്. മുല്ലപ്പൂ വരെ വെച്ചിരുന്നു. അവൾ ഒടുക്കത്തെ ഗ്ലാമറായിരുന്നു. സ്കൂളിൽ അവളെ ബ്യൂട്ടി കിൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. സത്യം പറഞ്ഞാൽ അവളുടെ കൂടെ നടക്കാൻ എനിക്കിഷ്ടമല്ല. എല്ലാവരും അവളെ തന്നെ നോക്കും. നമുക്ക് പിന്നെ മരുന്ന് കണ്ട് പിടിച്ചിട്ടില്ലല്ലോ. ക്ലാസ്സൊക്കെ തുടങ്ങി. ഞങ്ങൾക്ക് പുതിയ കൂട്ടുകാരെയും കിട്ടി. രേവതി, അനന്യ, വിശ്വാസ്, അർണവ്, ക്രിസ്റ്റി. അങ്ങനെ പഠിപ്പും വായ്നോട്ടവും ഒക്കെ ഞങ്ങൾ അടിച്ചു പൊളിച്ചു. അവിടെയും ചില കാമുകന്മാർ പ്രണയം അഭ്യർത്ഥിച്ചു വന്നു. പക്ഷെ ഞാൻ എൻ്റെ സ്വപ്നത്തെയും പ്രണയിച്ചു തുടങ്ങി. +2 മുതൽ എൻ്റെ ഒറ്റ ചങ്ങാതിയാണ് മനീഷ. അവളോട് പോലും എൻ്റെ സ്വപ്നവും പ്രണയവും പങ്കുവെച്ചില്ല. പക്ഷെ അവൾക്കെന്നെ സംശയമുണ്ടോ എന്നൊരു സംശയം എനിക്കില്ലാതില്ല. ഒരു വർഷം കാറ്റുപോയ ബലൂൺ പോലെ പെട്ടെന്നങ്ങ് പോയി. ഞങ്ങൾ ഡിഗ്രി 2ാം വർഷമായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ മനീഷയുടെ കൂടെ ഷോപ്പിങ്ങിന് പോയി. ബസ്സിലാണ് പോയത്. ഇരിക്കാൻ സീറ്റ് ഉണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ പൊക്കം 5 അടി 3 ഇഞ്ചേ മനീഷയ്ക്ക് നല്ല പൊക്കമുണ്ട്. അവിടെയും ലവൾ എനിക്കൊരു ഭീഷണി തന്നെയാണ്. നമ്മുടെ നാട്ടിലെ ബസ്സുകൾ ജീവൻ മരണ പോരാട്ടമല്ലേ നടത്തുന്നത്. ബസ് ഭൂമിയിലും ആകാശവുമായി പാറി പറക്കുകയായിരുന്നു. പെട്ടെന്നാണ് സഡൻ ബ്രേക്ക് ഇട്ടത്. ഞാൻ വീഴാനായി ആഞ്ഞതും ബലിഷ്ടമായ 2 കരങ്ങൾ എന്നെ താങ്ങി നിർത്തി. ആ കണ്ണുകൾ, നീല കണ്ണുകൾ. അയാളുടെ കണ്ണിൽ നോക്കി അങ്ങനെ നിന്നപ്പോഴാണ് മനീഷ തട്ടി വിളിച്ചത്. എടി, നീ ഏത് ലോകത്താണ്? ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തി. ഞാൻ പെട്ടെന്ന് അയാളിൽ നിന്നുള്ള പിടിവിട്ടു. അവളോടൊപ്പം ഇറങ്ങി. എൻ്റെ സ്വപ്നം, നീല കണ്ണുകൾ. ഞാൻ ആരോടും നിലതെ പുലമ്പിക്കൊണ്ടിരുന്നു. എടി കൂടെ, കുറെ നേരം ആയല്ലോ തുടങ്ങിയിട്ട്. നിനക്ക് എന്ത് പറ്റി? നീലക്കണ്ണുകൾ, സ്വപ്നം, പ്രണയം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഗ്ലാമറുള്ള ഒരുത്തന് ഒന്ന് താങ്ങിയപ്പോഴേക്കും നീ ഇങ്ങ് പ്രേമിക്കാൻ തുടങ്ങിയോ? ഒന്ന് പോഴി. ഞാൻ വേണ്ട വേണ്ട, നീ ഒന്നും പറയണ്ട. എനിക്കെല്ലാം മനസ്സിലായി.
എന്ത് എന്താടി നിനക്ക് മനസ്സിലായത്? നീലക്കണ്ണുകൾ ഞാൻ കണ്ടിരുന്നു. എന്ത്? അതോ നിന്റെ നോട്ട്ബുക്കിന്റെ പുറകിലെ പേജിൽ നീലക്കണ്ണുകളുള്ള സുന്ദരന്റെ ചിത്രം. പിന്നെ കുറച്ചു മുന്നേ ബസ്സിൽ വെച്ച് നേരിട്ടും കണ്ടല്ലോ. എടി, ഞാനൊന്ന് പറയട്ടെ? വേണ്ട, നീ ഇനി ഒരു കുന്തവും പറയണ്ട. എന്നെ വിശ്വാസം ഇല്ലാത്തോണ്ടല്ലേ നീ എന്നോട് ഇതൊന്നും പറയാഞ്ഞത്? അവൾ കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. അത് കണ്ട് എനിക്കും കരച്ചിൽ വന്നു. സോറിടാ, അതിന് മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ 10ൽ പഠിക്കുമ്പോൾ അച്ഛനെ തറവാട്ടിൽ പോയപ്പോൾ സ്വപ്നത്തിൽ അയാളെ കണ്ടു. ആ, എന്നിട്ട് എന്തായിരുന്നു സീൻ? ഒന്ന് പോടി, വലിയ സീനൊന്നുമില്ല. എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുന്നതായിട്ടാണ് കണ്ടത്. പിന്നെ സ്വപ്നത്തിലും വന്നില്ല. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ നേരിട്ട് കണ്ടു. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ. ഒന്നും ആരോടും പറഞ്ഞിട്ടില്ല, എല്ലാം തുറന്നു പറയുന്ന അമ്മയോട് പോലും. പക്ഷെ ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ അയാളെ മാത്രമേ പ്രേമിച്ചിട്ടുള്ളൂ, മോഹിച്ചിട്ടുള്ളൂ. അത് പറയുമ്പോൾ ഞാൻ കരഞ്ഞുപോയി. അയ്യേ, നീ കരയാ, നമുക്ക് സെറ്റാക്കാടി. നീ സമാധാനമായിരിക്കേ. അയാളെ എങ്ങനെ കണ്ടുപിടിക്കും? ഈ നാട്ടിൽ ഉള്ളതല്ല. ഇതിനു മുൻപ് ഇവിടെ ഇങ്ങും കണ്ടിട്ടില്ലല്ലോ. ആകെ കണ്ടത് സ്വപ്നത്തിൽ മാത്രം. അതൊക്കെ ഈ മനീഷ കണ്ടുപിടിക്കും മോളെ. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. അതും പറഞ്ഞവൾ ചിരിച്ചു. പക്ഷെ എനിക്ക് ചിരി വന്നില്ല. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീടുകളിലേക്ക് പോയി. പൂമുഖത്ത് തന്നെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. എന്നോടെന്തോ പറയാനുള്ളതുപോലെ തോന്നി. അല്ലെങ്കിൽ രണ്ടാളും കൂടി ഇങ്ങനെ ഇരിക്കില്ല. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വയസ്സറിയിച്ചതിൽ പിന്നെ അമ്മ എൻ്റെ കൂടെയാണ് കിടക്കുന്നത്. അതിന് കാരണവുമുണ്ട്. അന്ന് ഞങ്ങൾ ഒരു ചെറിയ വീട്ടിലായിരുന്നു. വലിയ അടച്ചുറപ്പൊന്നും ഇല്ലാത്ത വീടായിരുന്നു അത്. പക്ഷെ ഞാൻ 10ലായപ്പോൾ വലിയ വീട് വെച്ചു. എന്നിട്ടും അമ്മ എൻ്റെ കൂടെ കിടക്കും. എത്ര പറഞ്ഞാലും കേൾക്കില്ല. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഞാൻ അച്ഛൻ്റെ തറവാട്ടിൽ പോയി നിൽക്കും. അപ്പോഴെങ്കിലും അമ്മ അച്ഛൻ്റെ കൂടെ സമയം ചിലവഴിക്കുമല്ലോ. എന്തു പറ്റി? ദാക്ഷായണിയെ മുഖം മങ്ങിയാണല്ലോ വരവ്. ദേ ചാച്ച. അച്ഛനെ ഞാൻ ചാച്ചാന്ന് വിളിക്കുന്നത്. അമ്മയെ പേര് തന്നെ വിളിക്കും. പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ദാക്ഷായണിന്ന് വിളിക്കരുതെന്ന്. കണ്ട കിടവുകളുടെ പേരാണോ എന്നെ വിളിക്കേണ്ടേ? ഞാനൊരു ന്യൂജൻ പെൺകുട്ടിയല്ലേ? ഓ, ഒരു ന്യൂജൻ. ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ ന്യൂജനായിരുന്നു അല്ലേ പ്രിയേ? എന്തായാലും എന്നെ അങ്ങനെ വിളിക്കണ്ട. ഇനി വിളിച്ചാൽ ചാച്ചൻ്റെ മീശ ഞാൻ വടിക്കും ഉറങ്ങിക്കിടക്കുമ്പോൾ. ചതിക്കല്ലേ പൊന്നെ, നിന്റെ അമ്മ എന്നെ പഞ്ഞിക്കിടും. പണ്ടൊരിക്കൽ മീശ വടിച്ചതിന് എന്നെ റൂമിൽ നിന്ന് പുറത്താക്കിയോളാം. ആ, ചാച്ചന് അത് തന്നെ വേണം. ഇതും പറഞ്ഞ് ഞാൻ അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ അവിടെ നിന്നേ എന്ന് രണ്ടും കൂടി പറഞ്ഞു. എന്തെന്ന അർത്ഥത്തിൽ ഞാൻ മുഖം ചിരിച്ചു നോക്കി. ഞങ്ങളൊരു കല്യാണക്കാര്യം പറയാനാണ് നിന്നെ കാത്തിരുന്നത്. കല്യാണമോ? എനിക്കധികം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. ഞാൻ ഡിഗ്രി പോലും കഴിഞ്ഞില്ലല്ലോ. ഒന്നുമില്ലേ, ഞാൻ നിങ്ങളുടെ ഒറ്റ മോളല്ലേ. ഹലോ മേഡം, അതിന് നിന്നെ ആര് കെട്ടിക്കുന്നു? അല്ലെങ്കിൽ തന്നെ അറിഞ്ഞുകൊണ്ട് ഞങ്ങളായിട്ടൊരു പയ്യന്റെ ജീവിതം തകർക്കുമോ? ദേ ചാച്ച, കൂടുതൽ വേണ്ട കേട്ടോ. ഓവറാക്കി കോളോ ആക്കണ്ട. മോളെ, നമ്മുടെ രാഹുലിന്റെ കല്യാണക്കാരിയാണ്. അടുത്ത ഞായറാഴ്ച നിശ്ചയം. അടുത്ത മാസം 15-ന് കല്യാണം. നമ്മുടെ ബന്ധത്തിലുള്ള കുട്ടിയാണ് നവ്യ. നിനക്കറിയില്ലേ അവളെ? അമ്മയാണ് പറഞ്ഞത്. രാഹുൽ അമ്മയുടെ ഒരേ ഒരു ആങ്ങളുടെ മൂത്ത പുത്രൻ. ഇപ്പോൾ KCBയിൽ ജോലി ചെയ്യുന്നു. 10ാം ക്ലാസ്സിൽ തോറ്റതുകൊണ്ട് ഇങ്ങനൊരു ഗുണമുണ്ടായി. എൻ്റെ ശത്രു. അവൻ എന്നെ കാണുമ്പോൾ വലിയ അഹങ്കാരമാണ്. മുറപ്പെണ്ണെന്നും വിളിച്ചു പുറകെ വരും. എനിക്കാണെങ്കിൽ അത് കേൾക്കുമ്പോഴേ ദേഷ്യം വരും. എന്നെക്കാൾ 5 വയസ്സിന് മൂത്തതാണ് അവൻ. ഞാൻ ചേട്ടനൊന്നും വിളിക്കില്ല. അവനൊരു അനുജത്തിയുണ്ട്, രുദ്ര. ചൈനയിൽ MBBSന് പഠിക്കുന്നു. ഭാഗ്യം, ഇനി മുറപ്പെണ്ണെന്നും വിളിച്ചു വരില്ലല്ലോ. ഏട്ടത്തിയും അമ്മയും കൂടെ വന്നത്. നീ വന്നിട്ട് പോകാമെന്ന് ഞങ്ങൾ പറഞ്ഞതാ. പക്ഷെ എല്ലാരെയും വിളിക്കേണ്ടത് കൊണ്ട് പോയി. ഇതാ ലെറ്റർ. അച്ഛൻ എൻ്റെ നേർക്ക് നീട്ടി. രാഹുൽ കൃഷ്ണ വിത്ത് നവ്യ മുരളി. ആ പേരെൻ്റെ മനസ്സിനെ 3 വർഷം പുറകിലേക്ക് കൊണ്ടുപോയി. ഓണത്തിന്റെ അവധിക്ക് അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ അമ്മമ്മ വീട്ടിൽ പോയി. അവിടുത്തെ കാവിലെന്ന് പ്രധാന പൂജയായിരുന്നു. ബന്ധുക്കളെല്ലാവരും വന്നിരുന്നു. കൂട്ടത്തിൽ അവളും നവ്യ. എല്ലാവരും എന്നോട് വളരെ സ്നേഹത്തിലായിരുന്നു പെരുമാറിയത്, അവൾ ഒഴികെ. അവൾ എന്നോട് മിണ്ടാൻ പോലും കൂട്ടാക്കിയില്ല. രുദ്രയും മറ്റു കുട്ടികളും എൻ്റെ കൂടെ തന്നെയായിരുന്നു. കാവിൽ പോകാൻ നേരം എല്ലാവരും വസ്ത്രം മാറി. ഞാൻ പിങ്ക് നിറത്തിലുള്ള ഒരു പട്ടുപാവാടയാണ് ഇട്ടത്. മറ്റു പെൺകുട്ടികൾ ഒക്കെ ധാവണിയും. എനിക്ക് ധാവണിയും സാരിയും ഒക്കെ ഒന്നും ഇഷ്ടമല്ല. അതിനൊരു കാരണമുണ്ട്. ഞങ്ങൾ +1 ചേർന്ന വർഷം ഓണത്തിന് സാരി ഡ്രസ് കോഡ് ഭാഗം വന്നായിരുന്നു. വളരെ ബുദ്ധിമുട്ടിയാണ് സാരിയും ചുറ്റിപ്പോയത്. സ്കൂളിൽ എത്തുന്നതിന് മുന്നേ മഴയും പെയ്ത്. അന്ന് സാരിയും വലിച്ചു വാരി നടന്ന പാട് എനിക്ക് അറിയും. അന്ന് മുതൽ ഞാൻ ഈ വേഷങ്ങളെ വീർത്തു. അമ്മയും അച്ഛനും മാമൻ്റെയും മാമിയുടെയും കൂടെ വരാമെന്നും പറഞ്ഞു. അമ്മമ്മ നേരത്തെ പോയിരുന്നു. അച്ഛൻ എൻ്റെ കുഞ്ഞിലെ മരിച്ചുപോയി. ബന്ധുക്കളെല്ലാവരും ഞങ്ങളുടെ കൂടെ വന്നു. രാഹുൽ ഇടയ്ക്ക് എന്നെ നോക്കുന്നുണ്ടായിരുന്നു. കാവിലെത്തിയപ്പോൾ എല്ലാവരും പല വഴിയിൽ പിരിഞ്ഞു. ഞാൻ രുദ്രയോടൊപ്പം നിന്നു. കുറച്ച് പെൺകുട്ടികളും ഞങ്ങളുടെ കൂടെ കൂടി. അപ്പോൾ രാഹുൽ എനിക്ക് നേരെ വന്നു. നിനക്ക് മാത്രം എന്തടി ധാവണി എടുക്കാൻ വയ്യാഞ്ഞത്? അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ ചൊറിഞ്ഞു വന്നു. കാവിലായതുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞില്ല. ഇതെല്ലാം നോക്കിക്കൊണ്ട് ഒരാൾ ദേഷ്യം കടിച്ചമർത്തി നിൽപ്പുണ്ടായിരുന്നു, നവ്യ. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് എല്ലാവരും അമ്മമ്മ വീട്ടിലെത്തി. ഓണം കഴിഞ്ഞ് എല്ലാവരും പോകാനിറങ്ങി. അപ്പോഴാണ് രുദ്ര പറഞ്ഞത്, നവ്യ എന്നെ തിരയുന്നുവെന്ന്.
എനിക്ക് അത്ഭുതം തോന്നി. എന്നോട് മിണ്ടാത്തവൾ എന്നെ തിരയുന്നോ? ഞാൻ ചെല്ലുമ്പോൾ രുദ്രയുടെ മുറിയിൽ ജനൽക്കാമ്പിൽ പിടിച്ചു പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അവൾ. നവ്യ, എന്തിനെന്നെ തിരക്കിയായി? നിനക്ക് രാഹുലേട്ടനുമായി എന്താ ബന്ധം? അവളെ ചോദ്യം കേട്ട് ഞാൻ അന്തം വിട്ടുപോയി. പിന്നെ ധൈര്യം സംഭരിച്ചുകൊണ്ട് പറഞ്ഞു, ആഹാ, അത് നിനക്കറിയില്ലേ? രാഹുൽ എന്റെ മാമന്റെ മോനാണ്. അതല്ല ഞാൻ ചോദിച്ചത്. പിന്നെ എന്താ നിനക്ക് അറിയേണ്ടത്? നീ രാഹുലേട്ടനുമായി പ്രേമത്തിലാണോ? ഈ തവണ ഞാൻ ശരിക്കും ഞെട്ടി. പ്രേമം? അതും ആ തല്ലിപ്പൊളിയെ? നിന്നോട് ഈ ഇല്ലാക്കതൊക്കെ ആരാ പറഞ്ഞേ? രാഹുലേട്ടൻ. ഓഹോ, അപ്പോൾ അവൻ എന്റെ പുക കണ്ടേ അടങ്ങും. അല്ല, അതിന് തനിക്ക് എന്താ പ്രശ്നം? ഞങ്ങൾ മുറയില്ലേ, ചിലപ്പോ കെട്ടിയെന്ന് വരും. അവളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാനുള്ള തന്ത്രം. പെട്ടെന്ന് പെണ്ണിന്റെ ഭാവം മാറി. രാഹുലേട്ടൻ എന്റെ, അയാൾ കെട്ടുന്നെങ്കിൽ അത് എന്നെ മാത്രമായിരിക്കും. ഇതും പറഞ്ഞ് അവൾ ഓടിപ്പോയി. ഇതൊക്കെ കണ്ണും കേട്ടും ഒരാൾ അവിടെ മറിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു രാഹുൽ. ഞാൻ പുള്ളിയെ കയ്യോടെ പിടികൂടി. എന്താണോ ഇതൊക്കെ? ആ പെണ്ണിനോട് എന്തിനാ കള്ളം പറഞ്ഞത്? നമ്മൾ തമ്മിൽ ഒന്നുമില്ലല്ലോ. അവൻ എൻ്റെ നേർക്ക് നടന്നു വന്നു. ഞാൻ പിന്നിലേക്ക് മാറി. എൻ്റെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു, നമ്മൾ തമ്മിൽ ഒന്നുമില്ലേ? ഇല്ല. ഇല്ല, ഒന്നുമില്ലല്ലോ. പിന്നെ നമ്മൾ മുറയാണ്, ചിലപ്പോൾ കെട്ടുമെന്നൊക്കെ അവളോട് പറഞ്ഞതോ? അതവളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതാ. ഓഹോ, അങ്ങനെ. അത് അങ്ങനെ പറഞ്ഞില്ലെങ്കിലും അവൾ പറഞ്ഞേനെ അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന്. അപ്പോൾ ഇയാൾക്ക് അവളോട് ഇഷ്ടമുണ്ടല്ലേ? ഉണ്ട്. പക്ഷെ ഞാൻ തുറന്നു പറഞ്ഞിട്ടില്ല. എങ്കിൽ വേഗം പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ അവൾ എന്നെ പ്രാഗിക്കൊല്ലും. ദച്ചുമോളെ, ചായ താഴ്ത്തു. നീ എന്താലോചിച്ചിരിക്കുക? അമ്മയുടെ വാക്കുകൾ എന്നെ ചിന്തയിൽ നിന്ന് ഉണർത്തി. ചായ കുടിച്ച ശേഷം മുറിയിൽ കയറി കഥ കടച്ചു. വേഷം മാറാൻ തുടങ്ങി. അപ്പോഴാണ് വയറിന്റെ ഇരുഭാഗങ്ങളിലും വിരൽപ്പാടുകൾ നീല നിറത്തിൽ പതിഞ്ഞു കിടക്കുന്നത് കണ്ടത്. പെട്ടെന്ന് ബസ്സിലെ കാര്യം ഓർമ്മ വന്നു. വീഴാൻ നേരം താങ്ങി പിടിച്ച ആ കൈകൾ, ആ നീലക്കണ്ണുകൾ ആ നിമിഷം ഒരു വേള ദക്ഷിണയെ തരുളതയാക്കി. ആ മുഖം ശരിക്കൊന്നും കാണാൻ പോലും കഴിഞ്ഞില്ല. അതങ്ങനെ ആ നീലക്കണ്ണുകൾ എന്നെ അഗാധമായി ഏതോ ഗർത്തത്തിലേക്ക് കൊണ്ടുപോകും പോലെയാണ് തോന്നിയത്. വേഷം മാറി വന്ന ശേഷം ഫോൺ എടുത്ത് നോക്കി. വാട്സാപ്പിൽ ആർക്കോ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. സ്റ്റാറ്റസുകളും അതൊന്നും നോക്കാതെ മനുഷ്യക്കൊരു ഹായ് അയച്ചു. പക്ഷെ റിപ്ലൈ തന്നില്ല. റീഡ് ആയിട്ടുണ്ട്. ഇവൾക്കിത് എന്ത് പറ്റി എന്നാലോചിച്ചിരിക്കുമ്പോഴാണ് ഒരു പാട്ട് കേട്ടത്. എൻ്റെ ഫോൺ റിങ് ചെയ്തതാ. സിദ്റാമിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിൽ മഞ്ഞ് പെയ്യുന്ന ഫീലാണ്. ക്രിസ്റ്റോ ആണ് വിളിക്കുന്നത്. ഇവന് അങ്ങനെ വിളിക്കാറില്ലല്ലോ. ഇതെന്ത് പറ്റി? ഹലോ ഹലോ, നീ ആള് കൊള്ളാലോടി. ഹോ, ശാപം. മനീഷ പണി തന്നു. എടാ, അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ. എങ്ങനെയൊന്നും അല്ലെന്ന് നീ ഇത്ര നാളും എല്ലാം ഒളിപ്പിച്ചു വെച്ചിട്ട് നീ ഞങ്ങളിലൊക്കെ എല്ലാ കാര്യങ്ങളും ചികഞ്ഞ് കണ്ടുപിടിക്കലോ. എടാ സോറി, അത് നിന്റെ നീലക്കടന് കൊണ്ടുപോയി കൊടുക്ക്. അതും പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്തു. ഓ, എന്തൊരു കഷ്ടമാണ്. ഒന്ന് പ്രേമിക്കാനും പാടില്ലേ? എല്ലാടെയും സമ്മതം വാങ്ങിയിട്ട് ഇതൊക്കെ പാടുള്ളൂ. അല്ല, ഞാനൊട്ടും മോശമായിരുന്നില്ലല്ലോ. എല്ലാത്തിൻ്റെയും പ്രേമം കണ്ടെത്താനായിരുന്നല്ലോ കോളേജിലെ മെയിൻ പണി. നിർത്തി, എല്ലാം നിർത്തി. ഇനി ഞാൻ എക്സ്ട്രാ ഡീസൻ്റ് ആയിരിക്കും. അപ്പോഴാണ് വാട്സാപ്പ് മെസ്സേജുകൾ നോക്കിയില്ലല്ലോ എന്നാലോചിച്ചത്. ഹോ, ഭയാനകം. അവിടെയും പൊങ്കാല തന്നെ. രേവതി മാത്രം അധികം കലിപ്പിച്ചിട്ടില്ല. അർണവും ക്രിസ്റ്റും വിശ്വസും മനനിയും തെറിയഭിഷേകം തന്നെ നടത്തിയിട്ടുണ്ട്. അതിനിടയിൽ ക്രിസ്റ്റയെ മെൻഷൻ ചെയ്തുള്ള ഒരു മെസ്സേജിന്റെ കണ്ണിലുടക്കി കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം നീലക്കണ്ണൻ കട്ടുകൊണ്ടു പോകും. ക്രിസ്റ്റിയായിരുന്നു ആ മെസ്സേജ് ഇട്ടത്. നല്ല പെങ്ങൾ. അല്ലെങ്കിലും എല്ലാ കഥകളിലും കാണുമല്ലോ, നമ്മൾ അറിയാതെ നമ്മളെ പ്രേമിക്കുന്ന ഒരാൾ. അപ്പോൾ അതാണ് നേരിട്ട് വിളിച്ചു കൽപ്പിച്ചത്. പക്ഷേ അത് ലവനാകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആ മെസ്സേജിന് ഞാനൊരു റിപ്ലൈ ഇട്ടു. അറിഞ്ഞില്ല, ആരും ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് മൊബൈൽ ഓഫ് ആക്കി വെച്ചു. ഇല്ലെങ്കിൽ പൊങ്കാലകൾ ഏറ്റുവാങ്ങാൻ ചന്തുവിൻ്റെ ജീവിതം ഇനിയും ബാക്കിയാവും. നാളെ കോളേജിൽ പോകുന്ന കാര്യം ഓർത്തപ്പോൾ പേടി തോന്നി. എല്ലാവരും പറഞ്ഞു നാണക്കേടാകും. പോരാത്തതിന് അവരെല്ലാം കൂടി എന്നെ പഞ്ഞിക്കിടും. അങ്ങനെ ഓരോന്നും ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ വന്നു. അമ്മ വിളിക്കുന്നെന്നും പറഞ്ഞിട്ട് പോയി. ഞാൻ എഴുന്നേറ്റ് താഴേക്ക് പോയി. അമ്മ അടുക്കളയിലായിരുന്നു. ദച്ചു, ആ മീൻകറി ഒന്ന് വെക്ക്. അമ്മ വെച്ച അച്ഛൻ ഇഷ്ടപ്പെടില്ല, അതുകൊണ്ടല്ലേ. പ്രിയമോളെ, കൂടുതൽ സുഖിപ്പിക്കണ്ട. പോയി കാണുന്നൊരു സീരിയൽ കണ്ടോളൂ, ഞാൻ ചെയ്തോളാം. ഒരു ഇളിയും പാസ്സാക്കി അമ്മ ഹാളിലേക്ക് പോയി. ഞാൻ കറി വെച്ചു. 3 പേരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അമ്മയും ഞാനും ബെഡ്റൂമിലേക്ക് പോയി. ചാച്ചൻ എന്തൊക്കെയോ ഫയലുകൾ നോക്കിക്കൊണ്ട് ഹാളിൽ തന്നെ ഇരിക്കുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ എഴുന്നേറ്റും. അടുക്കളയിൽ അമ്മയെ സഹായിച്ച ശേഷം ചെടിത്തോട്ടത്തിൽ പോയി. ഞാൻ നട്ട മുല്ലയിൽ പൂക്കൾ വിരിഞ്ഞും അതിൻ്റെ സുഗന്ധം ആസ്വദിച്ച് കുറച്ചു നേരം നിന്നു. അപ്പോഴാണ് ക്ലാസ് ടൈമുള്ള കാര്യം ഓർമ്മ വന്നത്. മാത്സ് എനിക്ക് ഏറ്റവും വെറുപ്പുള്ള വിഷയമായിരുന്നു 10ാം ക്ലാസ് വരെ. എംകോമിന് 2ാം റാങ്ക് നേടിയ ഒരു അച്ഛൻ്റെ മകൾക്ക് കണക്കറിയില്ലെന്ന് വെച്ചാൽ മോശമാണെന്നും പറഞ്ഞ് അന്നു മുതൽ അച്ഛൻ്റെ ശിക്ഷണത്തിൽ ഞാൻ കണക്ക് പഠിച്ചു. ഭൂമിയുടെ ഓരോ സ്പന്ദനവും കണക്കിലാണെന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നെ അങ്ങോട്ട് കണക്കിന് ഫുൾ മാർക്കും കിട്ടാൻ തുടങ്ങി. അങ്ങനെയാണ് ഡിഗ്രിക്കും കണക്ക് തന്നെ എടുത്തത്. ഇപ്പോൾ ചാച്ചൻ്റെ ട്യൂഷൻ ഒന്നുമില്ല കേട്ടോ.
വേഗം പോയി ബുക്ക് എടുത്ത് പഠിച്ചു. അരമണിക്കൂർ കഴിഞ്ഞ് കുളിക്കാൻ പോയി. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഫുഡൊക്കെ വാരി വലിച്ച് കഴിച്ച് പാലും കുടിച്ച് ചാച്ചന് കൊണ്ടാക്കാമെന്നും പറഞ്ഞെങ്കിലും ഞാൻ ബസ്സിന് പോകാമെന്നും പറഞ്ഞു വേഗം ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു, ചില പ്രതീക്ഷകളോടെ. പക്ഷെ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും നടക്കില്ലല്ലോ. വഴിയിൽ എന്നെ കാത്തു ദുരന്തങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നു. എന്റെ ചങ്ക് പറിക്കാൻ തയ്യാറായ ചങ്കുകൾ. ജാങ്കോ, ഞാൻ പെട്ടടാ, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. എല്ലാം കൂടെ എന്റെ ചുറ്റും റാങ്കി പറന്നു. അടിയും ഇടിയും, ഹോ, ഓർക്കാൻ കൂടി വയ്യ. ക്രിസ്റ്റിയാണ് കൂടുതൽ തന്നത്. കള്ളപ്പന്നി. അങ്ങനെ എല്ലാവരും കൂടി കോളേജിലേക്ക് പോയി. ഞാൻ വിശ്വസിന്റെ ബൈക്കിലാണ് കയറിയത്. പേര് പോലെ തന്നെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരുത്തനെ അവനെയുള്ളൂ. ഗട്ടറിലൊന്നും വീഴ്ത്തി ചീപ്പ് പരിപാടിയൊന്നും അവൻ കാട്ടില്ല. ഒരു ആങ്ങളുടെ സ്ഥാനമാണ് ഞാൻ അവന് കൊടുത്തിരിക്കുന്നത്. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ നേരം ഞാൻ മനീഷയെ നോക്കി. അവളെന്നെ നോക്കി ആക്കിയൊരു ചിരി. എന്താടി കളിക്കുന്നേ? ഞാൻ നിന്റെ നീലക്കണ്ണനെ പറ്റി അന്വേഷണം ആരംഭിച്ചു. എന്നിട്ട് എന്നിട്ട് എന്തായി? ആകാംക്ഷ അടക്കാനാകാതെ ഞാൻ ചോദിച്ചു. ഓ, പെണ്ണിൻ്റെ ഒരു വെപ്രാളം കണ്ടില്ലേ? നാളെ ഡീറ്റെയിൽസ് കിട്ടും. ശരിക്കും? ശരിക്കും. നാളെ നിനക്കറിയാൻ പറ്റും നിന്റെ ചെക്കൻ്റെ ഡീറ്റെയിൽസ്. അവളത് പറയുമ്പോൾ ഒരു പുഞ്ചിരി എൻ്റെ ചുണ്ടിൽ വിരിഞ്ഞു. എല്ലാവരും വീടുകളിലേക്ക് മടങ്ങി. വീട്ടിലെത്തി ചായയും കുടിച്ചിരിക്കുമ്പോഴാണ് അമ്മ പറഞ്ഞത് നാളെ അമ്മയുടെ വീട്ടിൽ പോകണമെന്നും. രാഹുലിൻ്റെ നിശ്ചയമല്ലേ, തലേന്നെങ്കിലും ചെന്തിരിക്കൽ മോശമാണ്. അത് ശരിയാണെന്ന് എനിക്കും തോന്നി. ചാച്ചൻ ഞായറാഴ്ച വരുമെന്നും പറഞ്ഞു. രാത്രി ഭക്ഷണം കഴിഞ്ഞ് ഞാനും അമ്മയും കൂടി ഡ്രസ്സൊക്കെ എടുത്ത് ബാഗിൽ വെച്ചു. നാളെ ഡീറ്റെയിൽസ് കിട്ടുമെന്നാണ് മനീഷ പറഞ്ഞിരിക്കുന്നത്. അവിടെ ചെന്നാൽ അവളെ വിളിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. അങ്ങനെ ഓരോന്നും ആലോചിച്ചുകൊണ്ട് എപ്പോഴും ഉറങ്ങി. പിറ്റേന്ന് വെളുപ്പിനെ തന്നെ എഴുന്നേറ്റും അമ്മയും ഞാനും കൂടി ജോലിയൊക്കെ ചെയ്ത് വേഗം ഒതുക്കി. ചാച്ചനെ സഹായിച്ചു. ചാച്ചൻ ഓഫീസിലേക്ക്, ഞങ്ങൾ അമ്മമ്മ വീട്ടിലേക്കും യാത്ര തിരിച്ചു. എനിക്കൊരു സന്തോഷവും തോന്നിയില്ല. അവിടെ എത്തിയിട്ടും എൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. രുദ്രയില്ലായിരുന്നു. അവൾക്കിനി അടുത്ത വർഷം ഈ നാട്ടിൽ വരാൻ പറ്റൂ. മറ്റു ബന്ധുക്കളെല്ലാവരും ഉണ്ടായിരുന്നു. ആകെ ബഹളം. ഞാൻ ആരുമില്ലാത്തൊരു മുറിയിൽ കയറി ഫോൺ എടുത്ത് മനീഷയുടെ നമ്പർ ഡയൽ ചെയ്തു. 3 ബെൽ കഴിഞ്ഞ ശേഷമാണ് അവൾ ഫോൺ എടുത്തത്. എടി, എവിടാ നീ? ഞാൻ അമ്മമ്മ വീട്ടിലടി. രാഹുലിൻ്റെ നിശ്ചയമാണ് നാളെ. നിന്റെ ചെക്കൻ്റെ ഡീറ്റെയിൽസ് കിട്ടി. ഒന്ന് വേഗം പറയടി. പക്ഷേ എന്താടി, എന്താ പ്രശ്നം? എടി, അവനൊരു അനാഥനാണ്. ഓ, അത്രയുള്ളോ? ഞാൻ പേടിച്ചു പോയി. അപ്പം നിനക്ക് പ്രശ്നമില്ലേ? നിന്റെ വീട്ടിൽ സമ്മതിക്കോ? അതൊക്കെ സമ്മതിക്കും. ഇല്ലെങ്കിൽ ഞാൻ സമ്മതിപ്പിക്കും. നീ ബാക്കി പറയൂ. ആളൊരു CBI ഓഫീസറാണ്. മുംബൈയിലായിരുന്നു. ഇപ്പം നാട്ടിൽ ജോയിൻ ചെയ്തു. സിറ്റിയിലൊരു ഫ്ലാറ്റ് സ്വന്തമായിട്ട്. എടി, പേര് പറയടി. പേര് ഹരിസൺ. ഓ, ക്രിസ്ത്യനാണോ? ഹാഫ് ക്രിസ്ത്യൻ ആൻഡ് ഹാഫ് ഹിന്ദു. എടി, ഒന്ന് തെളിച്ചു പറയ്. ആളുടെ അമ്മ ഹിന്ദുവായിരുന്നു, പാർവതി. അച്ഛൻ ലണ്ടൻകാരനായ ഡേവിഡ് ഫ്രാൻസിസ്. ലണ്ടനിൽ ഉപരിപഠനത്തിന് പോയ പാർവതി പ്രണയിച്ച് വിവാഹം കഴിച്ചു. അതിൻ്റെ പേരിൽ അവരെ വീട്ടുകാർ ഉപേക്ഷിച്ചു. അവർ മുംബൈയിലായിരുന്നു പിന്നീട് താമസിച്ചത്. 2 വർഷം മുൻപ് ഒരു ആക്സിഡന്റിൽ അവർ രണ്ടും മരണപ്പെട്ടു. നാട്ടിൽ വന്നത് എന്തിനാണെന്ന് അറിയില്ല. ചിലപ്പോൾ ബന്ധുക്കളെ അന്വേഷിച്ചു വന്നതാവും. അല്ല, നീ എന്ത് തീരുമാനിച്ചു? സായിപ്പിനെ കേട്ടോ? സായിപ്പോ? സായിപ്പിന്റെ മോനെ പിന്നെ ബംഗാളി എന്ന് വിളിക്കണോ? നീ ഒന്നും വിളിക്കേണ്ട. ആ, കാര്യം കഴിഞ്ഞപ്പോൾ കൂരായണ. ഞാൻ വെറുതെ പറഞ്ഞതാടി. ഞാൻ വയ്ക്കട്ടെ, കുറച്ച് പണിയുണ്ട്. ഓക്കേടി. ദച്ചു, നീ അവിടെ എന്തെടുക്കുവാ? ഭക്ഷണം കഴിക്കാൻ വായോ? മീനാക്ഷിയാണ്, മാമിയുടെ ചേച്ചിയുടെ മകളാണ്. ദാ വരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം ഞാൻ രുദ്രയുടെ റൂമിൽ കയറി കുറച്ചു നേരം കിടന്ന് എപ്പോഴും മയങ്ങി. ആ നീലക്കണ്ണുകൾ എൻ്റെ സ്വപ്നത്തിൽ നിറഞ്ഞു നിന്നു. വൈകുന്നേരം അമ്മ വന്ന് വിളിച്ചപ്പോഴാണ് ഉണർന്നത്. പിന്നെ കുളിച്ച ശേഷം എല്ലാവരും കൂടെ കാവിൽ പോയി തൊഴുതു. രാഹുൽ ചമ്മിയ മുഖത്തോടെ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. ആദ്യമായി അവനെ നോക്കി ഞാൻ ഒരു നിറഞ്ഞ പുഞ്ചിരി പാസാക്കി. അവൻ തിരിച്ചും. അവിടെ പുതിയൊരു സൗഹൃദം തുടങ്ങുകയായിരുന്നു. രാത്രിയിൽ മുല്ലപ്പൂവൊക്കെ കോർത്തു വെച്ച ശേഷം ഭക്ഷണം കഴിച്ച് എല്ലാവരും ഉറങ്ങാൻ കിടന്നു. എനിക്ക് ഉറക്കം വന്നില്ല. പകൽ ഉറങ്ങിയത് കൊണ്ടാവാം. ഞാൻ സിറ്റൗട്ടിൽ കിടന്ന കസാരയിലിരുന്നു. അപ്പോഴാണ് രാഹുൽ ഫോണിൽ ആരോട് സംസാരിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നത്. എന്നെ കണ്ടപ്പോൾ സംസാരം അവസാനിപ്പിച്ചുകൊണ്ട് എൻ്റെ അരികിലേക്ക് വന്നു. നിനക്ക് ഉറക്കമൊന്നുമില്ലേ? എന്തിനാ ഒറ്റയ്ക്കിരിക്കുന്നത്? ഉറക്കം വന്നില്ല. വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് ഒറ്റയ്ക്കിരിക്കാമെന്ന് കരുതി. ഓ, മഞ്ഞുകൊണ്ട് പനി പിടിക്കാതെ റൂമിൽ പൊടി. ഞാൻ ഇവിടെ ഇരിക്കുന്നതിൽ രാഹുലേട്ടൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? നീ എന്താ വിളിച്ചേ? അത് രാഹുലേട്ടനെന്ന്. ഇത്രയും കാലം നീ എന്നെ എന്താ വിളിച്ചിരുന്നേ? എന്താണെന്ന് ഓർമ്മയില്ലേ? അത് ഓർമ്മയുള്ളത് കൊണ്ടാണല്ലോ ചോദിച്ചത്. ഇപ്പോൾ ഇങ്ങനെ വിളിക്കാൻ തോന്നി, അതാ ഞാൻ വിളിച്ചത്. ഏതായാലും എനിക്കിഷ്ടപ്പെട്ടു. അതും പറഞ്ഞുകൊണ്ട് എൻ്റെ ഓപ്പോസിറ്റായി ഒരു കസാരയിൽ അയാളും ഇരുന്നു. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഒന്നുമില്ല. എനിക്കങ്ങനെ തോന്നി. എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയുക. ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയണമെന്ന് വിചാരിച്ചിരുന്നു. അമ്മയോട് പറയാൻ തോന്നി, പക്ഷെ പറഞ്ഞില്ല.
ഞാൻ അതുവരെ ഉണ്ടായ എല്ലാ കാര്യങ്ങളും രാഹുൽ ഏട്ടനോട് പറഞ്ഞു. അയാളൊന്ന് ചിരിച്ചു. എന്നിട്ട് മൊബൈൽ ഫോൺ ഓണാക്കി ഗ്യാലറി ഓപ്പൺ ചെയ്ത് എൻ്റെ നേരെ നീട്ടി. ഞാൻ ഫോൺ വാങ്ങി ഗ്യാലറിയിലേക്ക് നോക്കി. നീലക്കണ്ണൻ. ഞാൻ അറിയാതെ പറഞ്ഞു പോയി. ഇയാളെ ഏട്ടൻ അറിയോ? അറിയും. എങ്ങനെ? ഞാൻ അയാളുടെ കാര്യമാണ് പറഞ്ഞെന്ന് എങ്ങനെ മനസ്സിലായി? അവൻ പറഞ്ഞു. അത് കേട്ട് ഞാൻ ഞെട്ടി. എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒന്ന് വ്യക്തമായി പറയൂ ചേട്ടാ. ഞാൻ 10ാം ക്ലാസ്സിൽ തോറ്റിട്ട് ചിറ്റയുടെ ഭർത്താവിൻ്റെ അടുത്ത് പോയത് ഓർമ്മയുണ്ടോ നിനക്ക്? മുംബൈയിലല്ലേ? ആ, അവിടെ തന്നെ. അന്ന് ഞങ്ങൾ താമസിച്ചിരുന്നത് അവൻ്റെ ഫ്ലാറ്റിലായിരുന്നു. അവനൊരു പാവാണ്. പണത്തിൻ്റെ അഹങ്കാരമൊന്നുമില്ല അവന്. അവൻ്റെ ഡാഡിയും മമ്മയും അതുപോലെ തന്നെയായിരുന്നു. പക്ഷെ ഒന്ന് നെടുവീർപ്പിട്ട് ഏട്ടൻ തുടർന്നു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ സുഹൃത്തുക്കളായി. ക്ലാസ് കഴിഞ്ഞു വന്ന് അവൻ എന്നെയും കുട്ടി പാർക്കിലും സിനിമയും ഒക്കെ പോകും. ഒഴിവ് ദിവസങ്ങളിൽ അവൻ എനിക്ക് ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ പഠിപ്പിച്ചു തന്നു. അമ്മ മലയാളിയായിരുന്നത് കൊണ്ട് അവന് മലയാളവും അറിയാം. 2 വർഷം കഴിഞ്ഞ് ഞാൻ മടങ്ങിപ്പോയിരുന്നു. പിന്നീട് ഫോൺ വിളിക്കുമായിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് അവൻ നാട്ടിൽ വന്നത്. അവൻ്റെ ഡാഡിയുടെയും മമ്മയുടെയും മനത്തിൽ അവൻ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. അവൻ്റെ മമ്മയുടെ തറവാട്ടുകാരിയാണ് അവന് സംശയം. അയാൾ പറഞ്ഞു നിർത്തി. എന്നെ എങ്ങനെ അറിയാം അയാൾക്ക്? എടി പോത്തെ, അവൻ എൻ്റെ ചങ്കാണ്. നിൻ്റെയൊക്കെ ഫോട്ടോ അവൻ കണ്ടിട്ടുണ്ട്. പിന്നെ ബസ്സിൽ വെച്ചുണ്ടായ കാര്യമൊക്കെ അവൻ പറഞ്ഞു. പിന്നെ നിന്റെ കൂട്ടുകാരി, അവളെ സുഹൃത്ത് വഴി അവൻ്റെ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാൻ ചെന്നതും പറഞ്ഞു കുറച്ചു മുന്നേ വിളിച്ചത് അവനായിരുന്നു. ചേട്ടാ, ഇതൊന്നും ആരോടും പറയലേ? ഇല്ലടി, ഞാൻ ആരോടും പറയില്ല. എൻ്റെയും നവിയുടെയും കാര്യം പറഞ്ഞിട്ടും നീ എന്നെ ഒറ്റ കൊടുത്തില്ലല്ലോ. അപ്പം ഞാനും പ്രത്യുപകാരം ചെയ്യണ്ടേ? പിന്നെ ഒരു കാര്യം, അവനിപ്പോൾ പ്രേമിക്കാനൊന്നും ടൈമില്ല. നിന്നോട് ഇഷ്ടമുണ്ടെന്ന് അവൻ്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇപ്പോൾ നീ അവനെ ബുദ്ധിമുട്ടിക്കരുത്. ആദ്യം അവൻ്റെ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. ശരി, ഞാനായിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. ഓക്കെ, ഇനി നീ പോയി കിടന്നുറങ്ങ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഞാൻ തിരികെ റൂമിലേക്ക് പോയി. അമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്നു. ആ നീല കണ്ണുകൾ കാണാനായി കണ്ണടച്ച് കിടന്നു. എപ്പോഴും നിദ്രാദേവി എന്നെ കടാക്ഷിച്ചു. രാവിലെ എഴുന്നേൽക്കാൻ താമസിച്ചതിന് അമ്മയുടെയും അമ്മമ്മയുടെയും വക വഴക്ക് കേട്ടു. പെട്ടെന്ന് കുളിച്ച് റെഡിയായി. പുതിയ ചുരിദാർ എടുത്തിട്ടു. രാഹുലേട്ടൻ്റെ വകയായിരുന്നു അത്. നീല നിറത്തിലുള്ള നല്ലൊരു ചുരിദാറായിരുന്നു അത്. അതിൻ്റെ കൈകളിൽ മുത്തുകൾക്ക് പിടിപ്പിച്ചിരുന്നു. അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഒരു കുഞ്ഞു കറുത്ത പൊട്ടും തൊട്ട് മുടി അഴിച്ചിട്ടു. വേറെ മേക്കപ്പ് ഒന്നും ചെയ്തില്ല. ആഹാ, സുന്ദരിയായാലോ മറപ്പെണ്ണ്. രാഹുലേട്ടൻ അതും പറഞ്ഞ് കയറി വന്നു. എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ ഇങ്ങനെ വിളിക്കരുതെന്ന്? ഞാൻ ദേഷ്യത്തോടെ ചോദിച്ചു. അത് നീ എൻ്റെ ആകെയുള്ള മുറപ്പെണ്ണായതുകൊണ്ടല്ലേ? ഞാൻ മുഖം വീർപ്പിച്ചു നിന്ന്. പിന്നെ നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. അതെന്താ? എടി ഉളെ, സർപ്രൈസ് എന്താണെന്ന് ആരെങ്കിലും പറയോ? പറഞ്ഞാൽ പിന്നെ അതെങ്ങനെ സർപ്രൈസ് ആകും? അതും പറഞ്ഞ് രാഹുലേട്ടൻ പോയി. നവ്യയുടെ വീട്ടിലേക്ക് പോകാനുള്ള വണ്ടികൾ വന്നു. എല്ലാവരും ഒരുങ്ങിയിറങ്ങി. എൻ്റെ അമ്മ പട്ടുസാരിയൊക്കെ ഉടുത്ത് സുന്ദരിയായി വന്നു. പ്രിയേ, ചാച്ചനെ ഡിവോഴ്സ് ചെയ്തിട്ട് ഒന്നുകൂടെ കേട്ടുന്നോ? അമ്മ ഇനി അടിക്കാനായി വന്നു. അല്ല, മേക്കപ്പ് ഓവർ കണ്ടിട്ട് അങ്ങനെ തോന്നി. അതും പറഞ്ഞ് ഞാൻ ഓടി വണ്ടിയിൽ കയറി. 1/2 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു നവ്യയുടെ വീട്ടിലേക്ക്. വലിയൊരു കൊട്ടാരം പോലുള്ളതായിരുന്നു നവ്യയുടെ വീട്. അവളുടെ ഇഷ്ടം മാത്രം നോക്കിയുള്ള വിവാഹമാണല്ലോ ഇത്. അല്ലെങ്കിൽ ഏതെങ്കിലും പണച്ചാക്കിനെ കൊണ്ട് അവളെ കെട്ടിക്കുമായിരുന്നു. വീട് മുഴുവനും അലങ്കാര ബൾബുകളും മറ്റും കൊണ്ട് ഭംഗിയായി അലങ്കരിച്ചിരിക്കുന്നു. പെണ്ണിന്റെ വീട്ടുകാർ ഞങ്ങളെ സ്വീകരിച്ചു. ജ്യൂസൊക്കെ കുടിച്ച ശേഷം നവ്യയെ കാണാൻ അവളുടെ മുറിയിലേക്ക് പെണ്ണുങ്ങളെല്ലാം പോയപ്പോൾ ഞാനും കൂടെ പോയി. മെറൂൺ നിറത്തിലുള്ള ഒരുപാട് കല്ലും മുത്തുമൊക്കെ വെച്ച ധാവണിയായിരുന്നു അവളുടെ വേഷം. ഡയമണ്ടിന്റെ ജ്വല്ലറി ആയിരുന്നു ധരിച്ചിരുന്നത്. ഒരു രാജകുമാരിയെ പോലെ തോന്നിയ ആ രൂപത്തിൽ അവളെന്നെ നോക്കി ചിരിച്ചു. തിരിച്ചു ഞാനും. ഒരുപാട് ആളുകളുണ്ടായിരുന്നു. എനിക്കാകെ മടുപ്പ് തോന്നി. രുദ്രി ഉണ്ടായിരുന്നിൽ എന്നൊരു നിമിഷം ആലോചിച്ചു പോയി. അപ്പോഴാണ് രാഹുലേട്ടൻ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന കണ്ടത്. അപ്പോഴാണ് ചേട്ടനെ ഞാൻ കാണുന്നത്. നവ്യയുടെ ഡ്രസ്സിന്റെ അതേ കളർ ഷർട്ടും അതേ കളർ കരയുള്ള മുണ്ടുമായിരുന്നു ചേട്ടന്റെ വേഷം. ഒരു ചന്ദനക്കുറിയും തൊട്ടിരുന്നു. കയ്യിലൊരു വാച്ച് കെട്ടിയിട്ടുണ്ട്. അതാണ് ആകെയുള്ള അലങ്കാരം. ചേട്ടൻ കുറച്ചുകൂടി സുന്ദരനായി തോന്നി. എന്താ മുറപ്പെണേ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ അത്ര സുന്ദരനാ? ഓ, കണ്ടച്ചാലും മതി. നവ്യക്കുട്ടിയുടെ 7 അയലത്ത് വരില്ല. ആയിക്കോട്ടെ. അല്ലെങ്കിലും മറ്റു പലർക്കും അല്ലെ സൗന്ദര്യമുള്ളൂ. ആകെ ചിരിച്ചുകൊണ്ട് രാഹുൽ ചേട്ടൻ പറഞ്ഞു. അപ്പോഴേക്കും പുറത്തൊരു BMW വന്നു നിന്നും. അതിൽ നിന്നിറങ്ങി ആളിനെ കണ്ട് എൻ്റെ കണ്ണുകൾ വികസിച്ചു. നീലക്കണ്ണൻ. ഞാൻ അറിയാതെ പറഞ്ഞു പോയി. എൻ്റെ ചുരിദാറിൻ്റെ നിറത്തിലുള്ള എക്സിക്യൂട്ടീവ് ഡ്രസ്സാണ് ധരിച്ചിരുന്നത്. രാഹുൽ ചേട്ടൻ അവിടേക്ക് പോയി. ഞാൻ അവിടെ തന്നെ തറഞ്ഞു നിന്നു. ആ നീലക്കണ്ണുകൾ എൻ്റെ നേർക്ക് വരുന്നത് സ്വപ്നത്തിൽ എന്ന പോലെ ഞാൻ കണ്ടു. ഹായ് ദക്ഷിണ, ഹൗ ആർ യു? ഐ ആം ഗുഡ്, ഒരു വിധത്തിൽ ഞാൻ പറഞ്ഞു. ആ കണ്ണുകളിലേക്ക് നോക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അപ്പോഴേക്കും നിശ്ചയത്തിനുള്ള സമയമായി. എല്ലാവരും മണ്ഡപത്തിനടുത്തേക്ക് പോയി. ഞാനും പെൺകുട്ടികളും എല്ലാം ഒരു ദിശയിലേക്ക് നോക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഞാനും അങ്ങോട്ടേക്ക് നോക്കി. അവിടെ നീലക്കണ്ണൻ മൊബൈൽ നോക്കി ഇരിപ്പുണ്ടായിരുന്നു. ദൈവമേ, ഇവളുമാരൊക്കെ എൻ്റെ കഞ്ഞിയിൽ പാറ്റയാക്കുമോ? അങ്ങനെ മോതിരമാറലെല്ലാം കഴിഞ്ഞു. ഊണും കഴിഞ്ഞ് എല്ലാവരും അവിടെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എത്ര നോക്കിയിട്ടും നീലക്കണ്ണനെ മാത്രം അവിടെയൊന്നും കണ്ടില്ല.
ഞാൻ അവിടെയൊക്കെ കറങ്ങി നടന്നു. അരമണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു പോകുന്നുള്ളൂ. ഫോട്ടോ എടുത്ത് നടക്കുവാണ്. ചെക്കനെയും പെണ്ണിനെയും ജീവനോടെ കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെ ഒക്കെ ആലോചിച്ച് വരുന്ന വഴിയിൽ രണ്ട് കൈകളെന്നെ വലിച്ച് ഒരു റൂമിലേക്ക് കയറ്റി ഡോർ ലോക്ക് ചെയ്തു. ഞാൻ ഞെട്ടി വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആ കണ്ണുകളിലെ നോട്ടം നേരിടാനാകാതെ ഞാൻ മുഖം കുനിച്ചു. അയാൾ എൻ്റെ തൊട്ടടുത്തുള്ളതുപോലെ തോന്നി. അതേ, എൻ്റെ അടുത്ത് തന്നെയുണ്ട്. ആ ഹൃദയം പിടിക്കുന്നത് പോലും എനിക്ക് കേൾക്കാം. പെട്ടെന്ന് അയാളുടെ കൈകൾ എന്നെ വലയം ചെയ്തു. ഞാൻ കുതിറി മാറാൻ ശ്രമിച്ചു. എൻ്റെ കൈകൾ പുറകിലേക്ക് മടക്കി വെച്ചുകൊണ്ട് അയാൾ ഒന്നുകൂടെ എന്നിലേക്ക് അയാളെ ചേർത്ത് നിർത്തി. എൻ്റെ കണ്ണുനീർ കവളിലൂടെ ഒഴുകി. അയാളുടെ മുഖം എന്നിലേക്ക് അടുത്തു വരുന്നത് ഞാൻ അറിഞ്ഞു. ഞാൻ കണ്ണുകൾ ഇറക്കി അടച്ചു. 2 നിമിഷം കഴിഞ്ഞിട്ടും ഒന്നും സംഭവിച്ചില്ല. ഞാൻ കണ്ണ് തുറന്നു നോക്കി. എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് അയാൾ എൻ്റെ കയ്യിലുള്ള പിടുത്തം വിട്ടു. ഞാൻ കണ്ണുകൾ തുടച്ചു. ഐ എം സോറി ദക്ഷിണ, താൻ എത്ര പേടിയുള്ള കൂട്ടത്തിലാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അതും പറഞ്ഞിട്ട് അയാൾ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. പകച്ചുപോയി എൻ്റെ യൗവനം. കിളികളെല്ലാം കൂടെ ഒന്നിച്ച് കൂടും വിട്ടുപോയി. പാവം ഞാൻ. ആദ്യമായിട്ടാണ് ഒരു അന്യപുരുഷൻ്റെ ദേഹത്ത് തൊടുന്നത്, അതും പ്രതീക്ഷിക്കാതെ. അതുകൊണ്ടാണ് ഞാൻ പോലും അറിയാതെ കരഞ്ഞു പോയത്. അതിൻ്റെ കൂടെ അയാളുടെ ഒടുക്കത്തെ പിടിയും. ഇങ്ങനെയാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് നൈറ്റ് എന്താകും? ശരീരം മുഴുവനും വേദനിക്കുന്നു. നീലക്കണ്ണനല്ല, നീല കാണ്ടാമൃഗമാണവൻ. എന്നൊരു തോൽക്കെട്ടിയാണ്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിക്കോ? ആകെ കണ്ടത് അന്ന് ബസ്സിൽ വെച്ചു. പിന്നെ ഇന്നാണ് ആ പുഴയ്ക്കും കയറി കെട്ടിപ്പിടിച്ചിരിക്കുന്നു. ശേ, വഷളൻ. ഇതിനി ആരോടെങ്കിലും പറയോ? അയാൾ പറയും, ഉറപ്പായും. രാഹുൽ ചേട്ടനോട് പറയും. അയ്യേ, ഞാനിനി എങ്ങനെ രാഹുൽ ചേട്ടൻ്റെ മുഖത്ത് നോക്കും? ആ എടാ ഹരി, നീ ഇത് എവിടെയായിരുന്നു? ഞാൻ എവിടെയൊക്കെ നോക്കിയെന്നറിയോ? രാഹുൽ, എനിക്ക് എന്താടാ, എന്ത് പറ്റി നിനക്ക്? ഞാനത് ദക്ഷിണയോട് മോശമായി പെരുമാറി. നീ അവളെ എന്ത് പറഞ്ഞു? ഞാൻ അവളെ ഹഗ് ചെയ്തു. ബട്ട് അവൾക്കത് ഫീൽ ആകുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ആദ്യമായിട്ടാ ഒരു പെണ്ണിനോട് ഇങ്ങനെയൊക്കെ. എനിക്കറിയടാ. എന്നിട്ട് അവളെവിടെ? ആ കാണുന്ന റൂമിലുണ്ട്. നീ വിഷമിക്കണ്ട, ഞാൻ അവളോട് സംസാരിക്കാം. ഓക്കെ, നീ പോയിട്ട് വാ, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. നിനക്ക് തിരക്കുള്ളതല്ലേ, നീ പൊയ്ക്കോ, ഞാൻ അവളെ റെഡിയാക്കിക്കോളാം. അത് സാരില്ല, നീ അവളെ കണ്ടിട്ട് വാ. ഓക്കെ. ഓ, രാഹുലേട്ടൻ ഇങ്ങോട്ട് വരുന്നല്ലോ. എല്ലാം അറിഞ്ഞു കാണും. അയ്യേ, നാണക്കേട്. മുറപ്പെണ്ണേ, ഒറ്റയ്ക്ക് ഇവിടെ എന്തെടുക്കുവാ? ഒന്നുമില്ല, ഞാൻ വെറുതെ. അല്ല, ഞാൻ മുറപ്പെണ്ണെന്ന് വിളിച്ചിട്ട് നീ ഒന്നും പറഞ്ഞില്ലല്ലോ. ഒരു ഹഗ് കിട്ടിയപ്പോഴേക്കും നീ ഫ്ലാറ്റായോ? ഒന്ന് പോ രാഹുലേട്ടാ. ആ, നിനക്ക് നാണൊക്കെ വരുമോ? അവനാകെ ടെൻഷൻ അടിച്ച് നിൽക്കുക. ഞാൻ അവനെ കണ്ട് പറയട്ടെ, നിനക്ക് പ്രോബ്ലം ഒന്നുമില്ലെന്ന്? ആരാ പറഞ്ഞ പ്രോബ്ലം ഇല്ലെന്ന്? എൻ്റെ അനുവാദം ഇല്ലാതെ എൻ്റെ ദേഹത്ത് തൊട്ടാ ആ നീരക്കടന്ന് ഞാൻ ഒരു പാഠം പഠിപ്പിക്കും. നീ ആയിട്ട് അവനൊന്നും പഠിപ്പിക്കാൻ നിൽക്കണ്ട. ലണ്ടനിൽ പോയി ഹയർ സ്റ്റഡീസ് ചെയ്തവനവൻ. പിന്നെ നിനക്കറിയാത്ത ചില പാഠങ്ങൾ അവൻ പഠിപ്പിച്ചു തരും കേട്ടോ. ഞാൻ പോയി എൻ്റെ പെണ്ണിനോട് ചില ഭാവി കാര്യങ്ങൾ സംസാരിക്കട്ടെ. പോട്ടിടി മുറപ്പെണ്ണേ. ഇതിപ്പോ എന്താ ഉണ്ടായേ? വടി കൊടുത്ത് അടി വാങ്ങിയല്ലോ. ഒന്നും വേണ്ടായിരുന്നു. ശോ, തിന്നതെല്ലാം ദഹിച്ചു. വലതും കഴിക്കാൻ കിട്ടുമ്പോൾ നോക്കാം. രാവിലെ കിട്ടിയ ജ്യൂസ് കിട്ടിയാൽ കൊള്ളായിരുന്നു. അതും പൊളിയായിരുന്നു. എടാ, എന്തായി? പിണക്കാണവൾ? ഏയ്, അങ്ങനെയൊന്നുമില്ലടാ. ആദ്യമായിട്ടാണ് അവൾക്ക് ഇങ്ങനെ ഒരു സീൻ. അതിൻ്റെയാ. നോ, ഷീ ഈസ് ഓൾ റൈറ്റ്. എങ്കിൽ ഞാൻ പോട്ടെ. ബൈ, നൈറ്റ് വിളിക്കാം. നീ അവളെ നമ്പർ ഒന്ന് സെൻഡ് ചെയ്തേരെ. ഓക്കേടാ, സി യു. അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു. ഹരി പോയി.